ഇനി അടുത്ത ഡൗട്ട് ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ 10th കഴിഞ്ഞാൽ മർച്ചന്റ് നേവിയിലേക്ക് നേരെ വരണം. 10th കഴിഞ്ഞ് നേരെ മർച്ചന്റ് നേവിയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ചെയ്യാൻ പറ്റിയ കോഴ്സാണ് GP റേറ്റിംഗ്, അതായത് ജനറൽ പർപ്പസ് റേറ്റിംഗ് കോഴ്സ്. അത് 6 മാസമാണ്. ഇനി അതല്ല, 10th കഴിഞ്ഞ് നിങ്ങൾ +2 സയൻസ് എടുത്ത് സയൻസിൽ അത്യാവശ്യം മാർക്കുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ അത്യാവശ്യം മാർക്കുണ്ട്, 60% മുകളിൽ മാർക്കുണ്ട്, ഇംഗ്ലീഷിൽ ഒരു 50% മുകളിൽ മാർക്കുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് ആണെങ്കിൽ 1 വർഷത്തെ കോഴ്സുമാണ്. അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ വരണമെങ്കിൽ ആസ് എൻ എഞ്ചിനീയർ മറൈൻ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് അത് ചെയ്യാം. ഇനി അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ GP റേറ്റിംഗ് നിങ്ങൾ ക്രൂ ആയിട്ടാണ് വരിക, അതായത് ജനറൽ പർപ്പസ്. നിങ്ങളെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കപ്പലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജനറൽ ആയിട്ട് പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യാം, അതായത് ക്ലീനിങ്, മെയിൻ്റനൻസ് ഓഫ് ദ ഷിപ്പ്, പെയിൻറ്റിങ്, മറ്റേത് മറിച്ചത്, അങ്ങനെയുള്ള പല യൂസുകൾക്കും വേണ്ടിയിട്ട്, അതായത് OS, AB അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യും. ഇനി നോട്ടിക്കൽ സയൻസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓഫീസറായിട്ട് കയറാം. എഞ്ചിനീയറിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറായിട്ട് കയറാം, എഞ്ചിൻ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ തന്നെ.